ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് മഞ്ജുഷയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് കുക്കർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഈ ഒരു ഗ്ലാസ്സിലാണ് അളവെടുത്തിരിക്കുന്നത്. ഇത് 200 ഗ്രാം കൊള്ളുന്ന ഒരു ഗ്ലാസ്സാണ്. അതുപോലത്തെ 2 ഗ്ലാസ് ബസ്മതി റൈസ് ഞാനിവിടെ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നമുക്ക് ഊറ്റിക്കളയണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 പുഴുങ്ങിയ മുട്ടയാണ്. പിന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഒരു സബോള നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, പിന്നെ കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഏലക്കായ, ഒരു ജാതിപത്രിയുടെ പീസ്, 3 ചെറിയ പീസ് പട്ട, 2 ബേ ലീഫ്, പിന്നെ ഒരു തക്കോലം, പിന്നെ 4 ഗ്രാമ്പു. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് നെയ്യും. ഇനി ഞാൻ മീഡിയം സൈസുള്ള സബോള 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ 6 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം പീസ് ഇഞ്ചിയും കൂടിയിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ 3/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, പിന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തത് 1/4 കപ്പ് വീതം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ബിരിയാണി റെഡി ആയതിനു ശേഷം ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി അതുപോലെ നേരത്തെ നല്ല കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറ് ആക്കിയെടുക്കണവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതും മാറ്റി വയ്ക്കുക, നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം നമുക്ക് 4 സബോള അരിഞ്ഞു വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സബോളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണ വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നല്ലൊരു മൂത്ത മണം ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയൊക്കെ നല്ല ഒരു മൂത്ത സ്മെല്ല് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവുള്ള മുളകാണെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇത് ജസ്റ്റ് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത കട്ടത്തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, തൈരിന് ഒട്ടും പുളി പാടില്ല. എന്നിട്ടിത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും നേരത്തെ മാറ്റി വെച്ചിരുന്നതിന് കുറച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന 6 മുട്ട ജസ്റ്റ് ഒന്ന് 3 സൈഡും വരഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മുട്ടയിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് കയറിക്കോളും. ഇനി ഇത് ശ്രദ്ധിച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ മുട്ട പൊട്ടാണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നേരം ഈ കുക്കറിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയിലേക്കൊക്കെ അത്യാവശ്യം മസാല കയറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയും എല്ലാം ഈ അരിയിലൊന്ന് മിക്സായി കിട്ടണ പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അരി പൊട്ടിപ്പോരുത്, അതുപോലെ മുട്ടയും പൊട്ടിപ്പോവാണ്ട് നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ച് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ 4 ഗ്ലാസ് വെള്ളം എടുത്തേണ്ടത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഒരു പൊടിക്ക് വെള്ളത്തിൽ കൂടി നിൽക്കണം, എന്നാലാണ് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ബിരിയാണിയിൽ ഉപ്പുണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സബോളയും കാഷ്നട്ടും കിസ്മിസും കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ജസ്റ്റ് 1 വിസിൽ അടിച്ചു കൊടുക്കുക.
എന്നിട്ട് ഇതിൻ്റെ വിസിലൊക്കെ നല്ല പോലെ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. ഇപ്പോൾ ദേ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കയ്യിലിട്ടിട്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് പതുക്കനെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. എല്ലാം കൂടി ഇട്ട് കുഴച്ച് അരി ഉടച്ച് കളയരുത്. ഇപ്പം നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അരി ഒന്നുമേ പിടിക്കാണ്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കണ ബാക്കി എല്ലാ ഐറ്റംസും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബിരിയാണി ഗാർണിഷ് ചെയ്തെടുക്കുക. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം.